പിന്നെ ഇവിടെ നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം എല്ലാ ആൾക്കാരും മലയാളീസ് തന്നെയാണ്. അതെല്ലാവരും അപ്പന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയട്ടെ, ദൂരം വലിപ്പമുള്ള മുരിങ്ങാക്കോല നോക്കി എന്നാന്ന്. അപ്പോൾ 2-3 വളപ്പിൽ വൃത്തിയാക്കിയിരുന്നു പോലും. മുരിങ്ങാക്കോലൊക്കെ നല്ലോണം പിടിച്ചുകൊണ്ടപ്പോൾ കുറച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങോട്ട് പറിച്ചു. അല്ലെങ്കിൽ എല്ലാം മൂത്ത് പോകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ എനിക്കും കുറച്ച് മുരിങ്ങാക്കോല കിട്ടി. നോക്ക് എന്ത് വലിപ്പം അറിയോ, വലിയ സാധനമാണ്. നിറയെ ഞാൻ ഇവിടെ വന്നേ പിന്നെ തൊട്ട് ഞാൻ കുറേ കാണുന്നുണ്ട്. എന്നറിയാം, ഇവിടെ മുരിങ്ങാക്കോലിന് ക്ഷാമമൊന്നുമില്ല. ഇഷ്ടം അങ്ങനെ ഇന്ന സമയത്തൊന്നുമില്ല, എല്ലാ സമയത്തും പിടിക്കുന്നതാണ്. എനിക്കൊന്നും ഈ സമയത്താണ് നല്ലോണം പിടിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തില്ലേ, ആ സ്കൂളിൻ്റെ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തൊരു പറമ്പുണ്ട്. അതും ഒരു മലയാളീൻ്റെ പറമ്പ് തന്നെയാണെന്നാണ് കേട്ടെ. അത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള അവരെ. പിന്നെ നിറയെ പിടിച്ചിട്ടുണ്ട്. അന്നേരേ കണ്ട് വെച്ചതായിരുന്നു, പക്ഷെ ഇന്ന് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം മാങ്ങയാണ്. ഇവിടെ ഇത് മാങ്ങ മരമൊന്നും ഇങ്ങനെ പറമ്പ് വയസ്സൊന്നും അല്ല കേട്ടോ. മരമൊന്നും നട്ടിട്ടുള്ളത് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലാണ് മാങ്ങയുടെ മരമെല്ലാം നട്ടിട്ടില്ല. മാങ്ങയെല്ലാം പിടിച്ചിട്ടുണ്ട് കുറേ. അടുത്തത് നമ്മുടെ മാങ്ങയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു തവണ പോയതാ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. അടുത്ത പ്രാവശ്യം ഞാനും കുഞ്ഞൂസും കൂടി മാങ്ങ പറിക്കാൻ പോകുന്നതായിരിക്കും. ചക്കയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. ഇത് നോക്ക്, ഇത് നമ്മുടെ മുരിങ്ങാക്കോല്. ഒരു അവിയലിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങാക്കോല് വെച്ചിട്ട് നമുക്ക് അവിയലുണ്ടാക്കാം.